ഹായ് ഹലോ ഇന്നത്തെ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ കണ്ടാലോ. രാവിലെ തന്നെ എണീച്ചവടെ തന്നെ കിച്ചണിലേക്ക് കയറി കുറച്ചധികം തന്നെ പണിയുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചായ ഉണ്ടാക്കാം. ചായക്ക് വേണ്ടിയിട്ട് പാലും പിന്നെ ഒരേ അളവിൽ തന്നെ ഞാൻ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. അത് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് കറി ഒന്ന് ചൂടാക്കി എടുക്കണം. ഞാൻ രാവിലത്തേക്കുള്ള കറി തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കലുണ്ട്. ഇതിപ്പോൾ മീനിൻ്റെ തേങ്ങക്കറിയാണ്. ഇന്നലെ അത്തയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം. ഇനി നമുക്ക് ദോശയ്ക്ക് വേണ്ടിയിട്ട് അരി ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. ഞാനിവിടെ അരി തലേ ദിവസം തന്നെ പുതിർത്ത് വെച്ചിരുന്നു. അപ്പോൾ അങ്ങനെ പുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അരി നന്നായിട്ട് അരഞ്ഞ് കിട്ടും. അത് കഴുകിയത് മാറ്റി വെക്കുക. അപ്പോഴേക്കൊക്കെ കറിയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി തിളച്ച് വന്ന പാല് കുറച്ച് ഒരു ഗ്ലാസ് നമുക്ക് കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പാല് മാറ്റി വെക്കുക. ബാക്കിയുള്ള പാലിലേക്ക് നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്ന ചായ നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലിലേക്ക് വേറെ ഷുഗറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചോറിനുള്ള വെള്ളമാണ് അടുപ്പത്ത് വെക്കേണ്ടത്. ഞാനിവിടെ ഒരു ചെമ്പിൽ വെള്ളം വെക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. നന്നാ പെട്ടെന്ന് തന്നെ ഒന്ന് തിളച്ച് വന്നോളും. ഇനി നമുക്ക് ദോശയ്ക്ക് വേണ്ടിയിട്ട് അരി ഒന്ന് അരച്ചെടുക്കുക. മിക്സിയിലേക്ക് പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കയ്യിൽ നമുക്ക് ചോറ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് ഉപ്പും വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അടിച്ചെടുക്കണം. അങ്ങനെ ഞാൻ എല്ലാ അരിയും ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. കുറച്ച് അധികം തിക്കാവാൻ പാടില്ല. കുറച്ച് ലൂസിലാണ് ഈ മാവ് വേണ്ടത്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴൊക്കെ തന്നെ നമ്മളെ ചോറിനുള്ള വെള്ളമെല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് കഴുകി വെച്ച അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ റേഷൻ അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചോറിൽ പെട്ടെന്ന് അരി നന്നായിട്ട് വെന്ത് വരും. ഇനി നമുക്ക് വേറൊരു പാന് അടുപ്പത്ത് വെക്കുക. അതിലേക്ക് നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഓരോ തവിയായിട്ട് ദോശ ചുട്ടെടുക്കുക. അങ്ങനെ ഇതാ എല്ലാ ദോശയും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഈ ദോശൻ്റെ മേലെ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതങ്ങ് മാറ്റി വെക്കാം. അങ്ങനെ ദോശയിൽ മുഴുവനായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ ദോശ കഴിക്കാം. ദോശയും നല്ല തേങ്ങരച്ച അയലക്കറിയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാസ് ചായ കൂടി കുടിച്ചു. അതിന് ശേഷം പാത്രത്തിൽ കഴുകി ക്ലീനാക്കി തട്ടെല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറവ് ആക്കണം. വറവിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഞാനിവിടെ ഇന്നലെ വാങ്ങി വെച്ച കോവക്ക ഉണ്ടായിന്. അപ്പോൾ അത് ഇന്ന് വറക്കാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് കോവക്ക നന്നായിട്ട് ക്ലീനാക്കി വെക്കാം. ഇനി ക്ലീനാക്കിയ കോവക്ക ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ കഷ്ണം ഉള്ളിയും പിന്നെ പച്ചമുളകും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി വേറൊരു അരിപ്പ പാത്രത്തിലേക്ക് ചോറ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വെള്ളമെല്ലാം ഊറ്റി കളയാം. ഇനി നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നതിന് ശേഷം കടുകിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഉള്ളിയും പിന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അരഞ്ഞു വെച്ച കോവക്ക കൂടി ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും പിന്നെ ഒരു 1/4 കപ്പോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തന്നെ കോവക്കൊന്ന് വേവിച്ചെടുക്കുക. ഇനി നന്നായിട്ട് കോവക്കൽ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ തേങ്ങയിലും ആദ്യം തന്നെ ഫ്രിഡ്ജിൽ ചിരണ്ടി വെക്കലുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ആവശ്യങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം. അപ്പോൾ ഇതാ ഇന്നത്തെ ഉച്ച വരെയുള്ള ഫുഡിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.